ഹലോ മച്ചന്മാരെ, അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവാ കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളിപ്പോ ഇവിടെ പോയി, ടൈഗർ ടോപ്പിയ കറക്റ്റ്. അപ്പൊ അവിടെ നിന്ന് ഇനിയിപ്പോ ഞങ്ങളുടെ അടുത്ത പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നു പോയി. ഞങ്ങളിതേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങള് വരാം. ഞങ്ങള് വന്നു തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ്. അതുപോലെ ഞങ്ങൾക്ക് മറ്റേ നമ്മുടെ ടൈഗർ ടോപ്പ് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അതെ, കുറച്ച് നേരത്തെ ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നു, ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങളങ്ങനെ ഫൈനലി ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തി. ഞങ്ങൾ അവിടെ കുറച്ച് കയറിയിട്ട് ടിക്കറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. എവിടെ പോവാ? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞങ്ങളൊക്കെ ഗൈഡുകളാണ്, സംഭവങ്ങളൊക്കെ കാണിച്ചു തരാനും എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. കുറേ ഉണ്ട് കേട്ടോ, കുറച്ച് നടന്ന് അകത്തേക്ക് പോകണം. പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ അകത്തേക്ക് എൻട്രി എടുത്ത് അകത്ത് പോയിട്ട് അവിടുന്ന് ബോട്ടോ വള്ളമോ എന്തോ അതിലാണ് നമ്മുടെ ട്രാവൽ മൊത്തം. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു ഇത് അകത്തോട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തോട്ട് കയറാനുള്ള സ്റ്റാമ്പ്. അങ്ങനെ ഗൈസ് അകത്ത് കയറി. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്തൊക്കെയോ അവിടെ ഉണ്ട് കേട്ടോ. ഒന്നും ചോദിക്കരുത്, പറഞ്ഞുതരാൻ അറിയില്ല. അറിയെങ്കിൽ മാത്രമല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്തൊക്കെയോ പണ്ടത്തെ ബുദ്ധനോ എന്തൊക്കെയോ കുറേ അവിടുത്തെ മന്ത്രിമാരോ അവിടുത്തെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളാണ്. കുറേ സാധനങ്ങളുണ്ട്. അഞ്ജലിയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല. അവൾക്ക് ഇതൊക്കെയാണ് മെയിൻ ഇഷ്ടം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യവും. ഇങ്ങനെ നല്ല ലാഗാണ് ഇതൊക്കെ കണ്ട് ഇതാരാ ഏതാന്നൊക്കെ മനസ്സിലാക്കി ഞാനതിൽ നിന്നില്ല. നേരെ നടന്ന് നമ്മുടെ അടുത്ത എന്താണോ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്കുള്ള പരിപാടി വെച്ച് പിടിച്ച് വരുന്ന വഴി കുറച്ച് ഡ്രസ്സും പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. എന്താണെന്നൊന്നും നോക്കിയില്ല, ചുമ്മാ കയറി കണ്ട് നേരെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് നേരെ പോയി. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടുന്ന് കുറച്ച് അകത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ചെറിയ കുഞ്ഞു വഞ്ചി, വള്ളം എന്നൊക്കെ പറയാം, അവിടെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് നടന്നങ്ങ് എത്തണ്ടേ, കുറച്ച് സമയം എടുക്കും. ഇതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് എത്താൻ. അവിടെ എത്തിക്കഴിയുമ്പോഴേ നമുക്ക് വേണ്ട സംഭവങ്ങൾ അവിടെ ഉള്ളൂ. പോകുന്ന വഴി കുറച്ച് അവിടുത്തെ എന്തോ സ്പെഷ്യൽ സംഭവമാണ് അതൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തി. ഇനി ഞങ്ങൾ ഇതിൽ കുറച്ച് നേരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്, ഞങ്ങൾക്ക് അവിടുത്തെ ഇതെല്ലാം പറഞ്ഞു തരാനും വഴികളും എന്താണ് ഇങ്ങനെയാണ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു ഒരു കൊച്ചുണ്ട്. അവളാണ് മൊത്തം ഞങ്ങൾക്ക് ഗൈഡ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇത് കണ്ടില്ലേ, ഭയങ്കര രസമുള്ള സ്ഥലം. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഈ ഒരു 2 റൗണ്ട് അടിച്ചാൽ പരിപാടി കഴിഞ്ഞു. യെസ് नहीं वहाँ पर करने वाला लो। हाँ वो नहीं है लगता, उसमें टाइम लिखा है इसलिए। ഇറങ്ങി നടക്കണം. അത് കൊള്ളാലോ. हाय ये आपका उसका भी हम फोटो खींचेगा, वो बाहर रहेगा तो उसको भी हम देगा. आप वो ले सकते हो, फिश क्या बोलते हैं चीनी. നല്ല കാറ്റ്.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ട്രാവൽ ചെയ്ത്. അതിനകത്ത് ഞാൻ കരുതി ഒരു 2 റൗണ്ട് അടിച്ചാൽ പരിപാടി കഴിയുമെന്നല്ല കേട്ടോ. കുറേ നേരം കറങ്ങി ഫൈനലി ഞങ്ങൾ മാർക്കറ്റിനകത്ത് കയറി. അവിടുന്ന് അവിടുത്തെ സ്പെഷ്യൽ മാംഗോ കട്ട് ചെയ്തിട്ട് എന്തോ ഒരു പേരുണ്ട്, എനിക്കറിയില്ല. ആ ഒരു സംഭവം ഞങ്ങൾ മേടിച്ചിട്ട് കൊള്ളാം, അടിപൊളി സാധനം കേട്ടോ. അത് നല്ല എന്താ പറയുക, ആദ്യം ഞാൻ കരുതി തോൽവിയായിരിക്കും. നല്ല കിടു ടോപ്പ് സാധനമാണ്. മുതല ഫ്രൈ, മുതല റോസ്റ്റ്, മുതല കമ്പി കുത്തിയത് എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ, ഒരുപാട്. ഫ്രൂട്ട്, മറ്റേ ഫ്രൂട്ടില്ലേ, മറ്റേ ചക്ക. ഇരിക്കണു ഞാൻ പറഞ്ഞ സാധനം. ഞണ്ട്, വണ്ട്, തേള്, പുഴു, എല്ലാ സാധനങ്ങളും ഫ്രൈ ഇട്ട് വെച്ചേക്കാണ് ഗൈസ്. ഫ്രൈ എടുത്ത് ഒരെണ്ണം അടിച്ച് നോക്കിയാൽ പൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നല്ല നടന്ന് ഞങ്ങൾ നേരെ വിശന്ന് തുടങ്ങി കേട്ടോ. നല്ല വിശന്ന്. രാവിലെ വന്നിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങനെ കറങ്ങി നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കി നടക്കുക. പിന്നെ ഇരിക്കുന്നുണ്ടല്ലോ ഈ ഫ്രൂട്ടിൻ്റെ ബഹളമാണ്. പക്ഷേ അത് ഭയങ്കര സ്മെല്ല് കാരണം കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് ചക്ക. അതുകൊണ്ട് പിരിച്ച് പോകും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് എക്സിറ്റ് പോകുന്ന വഴി ഒരുപാട് വീട്ടിലെ പെയിൻറ്റ്, പിന്നെ അവിടുത്തെ ആ കുസ്തി പരിപാടി, അടി, ഫൈറ്റ്, കുറേ ആക്ടിവിറ്റീസുകൾ വേറെ അവിടെ ഉണ്ട്. ഇവർ തമ്മിൽ വൻപൊളിയായിരുന്നു. പക്ഷേ മറ്റേതിനെ മലത്തിട്ട് അത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഇത് തീരുന്നില്ല കേട്ടോ. അവിടെ ഫുള്ള് ഇത് തന്നെയുള്ളൂ. മടുത്ത് കണ്ട് എപ്പോഴും നോക്കിയാലും ഇത് തന്നെ. ഇത് മാത്രമേ ഉള്ളൂ. കണ്ട് ഇരിക്കുന്നുണ്ടല്ലേ, നമ്മുടെ മറ്റേ ജിലേബി ലഡുവൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അത്രയും സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു കരിക്ക കേട്ടോ. ഇത് അടിപൊളിയാണ്. അതൊക്കെ മേടിച്ച് ഞങ്ങൾ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് അവിടെ കണ്ടില്ലേ നല്ല സുന്ദരിമാരൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാനൊരു ബിയറൊക്കെ അടിച്ച് ചില്ലായി ഗൈസ്. അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ ഫുൾ പരിപാടി അവിടെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ബാക്ക് ടു റൂം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ടാറ്റാ.